100-ാം നാൾ 370 സീറ്റുകൾ തനിച്ച് നേടി തിരിച്ചു വരുമെന്ന് പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നു. എന്തൊരു ആത്മവിശ്വാസമാണ് ഈ ശബ്ദത്തിൽ. എന്താ ഈ 370-ൻ്റെ കണക്ക്? അതറിയാം, എനിക്കറിയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിലെ പല മുദ്രാവാക്യങ്ങളിലൊന്ന് ജിസ്നെ ഹട്ടായ 370 ഉസ്കോ ദേങ്കെ 370. മനസ്സിലായില്ല. 370-ാം വകുപ്പ് എടുത്ത് കളഞ്ഞത് ആരാണോ അയാൾക്ക് 370 സീറ്റ് കൊടുക്കും. അങ്ങനെ ഒരു അർത്ഥം. ഇതാണ് 370-ൻ്റെ അർത്ഥം. ഈ പൊട്ടന്മാർ 370 എന്തോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പഹാഡ്ഗഞ്ചിലെ ഒരു സീറ്റ്, ഇവിടെ ഗുജറാത്തിൽ 26, ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. 370 എന്ന് പറഞ്ഞാൽ 370-ാം വകുപ്പാണ്. അടുത്ത മുദ്രാവാക്യം വരുന്നത് 370-ാം വകുപ്പ് മാറ്റിയവന് 370 സീറ്റ്. ജിസ്നെ ഹട്ടായ 370 ഉസ്കോ ദേങ്കെ 370. കൊള്ളാലോ. ഇതാണ് വരാൻ പോകുന്നത്. മലയാള മാധ്യമങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാറുമില്ല, ചർച്ച ചെയ്യാറുമില്ല. അല്ല, നമ്മുടെ പത്രമൊക്കെ വായിച്ചിട്ട് എനിക്ക് തോന്നി എല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് 370-ലെത്തി. ഈ കൺവെൻഷണൽ കണക്കുണ്ടല്ലോ, തെലങ്കാനയിൽ 2, ഗുജറാത്തിൽ 18, ഇവിടെ 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എച്ചിക്കണക്ക് കൂട്ടുന്നവനല്ല നരേന്ദ്രമോദി. മനസ്സിലായോ? മൊത്തക്കണക്കാണ്, മൊത്തക്കച്ചവടമാണ്. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതിങ്ങനെ അവിടെ ഇവിടെ റീറ്റെയിൽ ഏർപ്പാടില്ല. 370 പ്ലസ് NDAക്ക് 405, അതിനും കണക്കുകൂട്ടലുണ്ട്. ആ കണക്കുകൂട്ടൽ പുള്ളി താമസിയാതെ പുറത്തു വിടും. അത് NDAയുടെ ഘടകകക്ഷികൾക്കുള്ള ഒരു സിഗ്നലാണ്, ഉറപ്പാണ്. അതായത് 370 കഴിഞ്ഞാൽ പിന്നെ 35 സീറ്റാണ് NDA ഘടകകക്ഷികൾക്ക് കിട്ടാൻ പോകുന്നത്. ആ 35 സീറ്റ് നിങ്ങൾ ജയിച്ചോളണം, 35 ഞാൻ തരും. ഇതൊക്കെയാണ് അതിൻ്റെ കണക്കുകൂട്ടൽ. ബട്ട് ടോട്ടൽ മത്സരിക്കുന്നതിൻ്റെ ഇത് പറയുന്നില്ല. ഈ 370-ഉം 35, 405 ആയുള്ളൂ. ജയിക്കുന്നതാണ് 405. മത്സരിക്കുന്നത് എത്രയാണെന്നുള്ളത് കാരണവർ പുറത്തു വിട്ടിട്ടില്ല. കാരണം അത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ അതിനെ ചൊല്ലി വലിയ പ്രശ്നം നടക്കും. NDA ഘടകകക്ഷികൾക്ക് ഇത്ര വേണമെന്ന് പറയും, അങ്ങനെ പറയും, ഇങ്ങനെ പറയും. അതല്പം കോൺഫിഡൻഷ്യലായിട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ജയിക്കുന്ന സീറ്റ് 370 BJPക്ക് ഉറപ്പാണ്, 35 നിങ്ങൾ ഉറപ്പ് വരുത്തിക്കൊള്ളണം. ഇതാണ് കൂട്ടത്തിലുള്ളവർക്ക് കൊടുക്കുന്ന സിഗ്നൽ. അങ്ങനെ TG ഇടയ്ക്ക് കഴിഞ്ഞ ദിവസവും പറഞ്ഞു, തെരഞ്ഞെടുപ്പാണ്, ഇന്ത്യൻ ജനതയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, എന്തും സംഭവിക്കാം. കാരണവരുടെ കണക്ക് ഒക്കുമോ, ഉറപ്പാണോ? അല്ല, ഈ എന്തും സംഭവിക്കാമെന്ന് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഞാൻ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ വീണ് ചത്തുപോകാം, പാടില്ലേ? അൺപ്രഡിക്റ്റബിളാണ്. അപ്പോൾ ഇതുപോലെ അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനത്തെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു അൺപ്രഡിക്റ്റബിൾ സ്വഭാവം കാണിക്കുന്ന ആളാണ് ഇന്ത്യൻ വോട്ടർ. ആ അൺപ്രഡിക്റ്റബിലിറ്റി അങ്ങനെ നിൽക്കുന്നു. അത് നിൽക്കുമ്പോൾ പോലും ഉള്ള യാഥാർത്ഥ്യമാണ് നരേന്ദ്രമോദി പറയുന്നത്. മറ്റൊരു സാധനം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദി ഇന്ത്യക്കാരാണല്ലോ വോട്ട് ചെയ്യുന്നത്, ജർമ്മൻകാരല്ലല്ലോ. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് നന്നായിട്ടറിയാം ഇന്ത്യക്കാർ തിരിഞ്ഞും മറിഞ്ഞും വോട്ട് ചെയ്യുന്നവരാണ് എന്ന് നന്നായിട്ടറിയാം. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പോലും ഇത്രയ്ക്ക് വരുള്ളൂ, എനിക്ക് 370 കിട്ടും, എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് 35 കിട്ടും, ഞങ്ങൾ 405 പിടിക്കും. ഇതാണ് അദ്ദേഹം പ്രകടിപ്പിച്ച ആത്മവിശ്വാസം. ശബ്ദത്തിലുണ്ട്. ഞാൻ പറയുന്നത് ഇത് തിരിച്ചു പറയുന്നത്, ഇപ്പം ഞാനെങ്കിലും സുനിലിനോട് പറഞ്ഞല്ലോ, ഇന്ത്യൻ വോട്ടർ അൺപ്രഡിക്റ്റബിൾ ആണ്, എന്തും സംഭവിക്കാമെന്ന്. ഇത് കോൺഗ്രസ്സുകാർ പറയാറുണ്ടോ? DMK പറയുമോ? പിണറായി വിജയൻ പറയുമോ? എന്താ പറയാത്തേ? ഇന്ത്യൻ വോട്ടർ ഏത് നിമിഷവും ആർക്കും വോട്ട് മറിച്ച് ചെയ്യുന്നവനാണ് എന്ന് പറയാനുള്ള ധൈര്യം പോലും ഇവർക്കില്ല. കാരണം അവർ ദേ ഹാവ് അക്സെപ്റ്റഡ് ദെയർ ഡിഫീറ്റ് മെൻ്റലി. അതുകൊണ്ടാണ് മമത ഗുഡ് ബൈ പറയുന്നു, നിതീഷ് ഗുഡ് ബൈ പറയുന്നു. ആരും ഒന്നും ചോദിക്കാനില്ല. ഇപ്പോൾ പിണറായി വിജയൻ മാത്രമേ ഇന്ത്യ സഖ്യത്തിലുള്ളൂ. സ്റ്റാലിൻ പോലും ഉണ്ടാവുകയില്ലെന്ന് ഉറപ്പില്ല. സ്റ്റാലിന് ജനറലി തുറക്കാറില്ല. ഇപ്പോൾ മറ്റേ ഉദയനിധി മാത്രം പോയി കുഴപ്പത്തിൽ ചാടിയതിന് ശേഷം മകൻ പ്രശ്നത്തിലായി, അതുകൊണ്ട് അച്ഛനിപ്പം മിണ്ടാറിയില്ല. എന്തെങ്കിലും ശബ്ദമൊന്നുമില്ല. ഇല്ല. ഇനിയിപ്പോൾ ഫെബ്രുവരി 8-ാം തീയതി മറ്റോ ആണല്ലോ പിണറായി വിജയൻ്റെ സമ്മേളനം നടക്കാൻ പോകുന്നത്. അവിടെ അതിലാരൊക്കെ പോകുന്നു എന്ന് അവർ പോകുന്നൊക്കെ പറയുന്നുണ്ട്. പിണറായിയുടെ സമ്മേളനത്തിൽ അവർ വേറൊരു കാര്യം മനസ്സിലാക്കിയോ? മല്ലികാർജുൻ ഖർഗെ വന്നിട്ട് മഹാസമ്മേളനം നടന്നു തൃശ്ശൂർ. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു TV-യിലും ലൈവ് ഈ സമ്മേളനം കാണിക്കുന്നില്ല. ഖാർഗെ സംസാരിക്കുന്നു, കുഴൽനാടൻ തർജ്ജമ ചെയ്യുന്നു. ഖാർഗെ നോക്കി വായിക്കുകയാണ്. അപ്പോൾ കുഴൽനാടൻ്റെ തർജ്ജമ അത് കുറച്ച് നേരം കാണിക്കും, അത് കഴിഞ്ഞ് വേറെ വാർത്തകളൊക്കെ കാണിക്കും. ഇതേ ആൾക്കാർ
മോദി തൃശ്ശൂരും ഗുരുവായൂരും വന്നു കഴിഞ്ഞപ്പോൾ ഫുൾ ലൈവ് കാണിച്ചതാണ്. മോദി വരുന്നതിന് മുമ്പുള്ള ക്രൗഡ് മുതൽ അവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിന്ന് ദേ വരുന്നു ദേ അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം കടന്നു വരുന്നു, തുറന്ന ജീപ്പിൽ മോദി കൈവീശുന്നു, സുരേഷ് ഗോപി ഇങ്ങനെ പോയി പിന്നെ പുള്ളി ഗുരുവായൂർ പോയി, പിന്നെ തൃപ്രയാർ പോയി, തൃപ്രയാർ കുളത്തിൽ മീനിന് തീറ്റ കൊടുക്കും. എവറിഥിങ് ലൈവ് ബൈ എവറി ചാനൽ. എന്തുകൊണ്ടാണ് ഈ ഖാർഗെയ്ക്ക് ഇത് കൊടുക്കാൻ? അതിൻ്റെ 10 കവറേജ് കൊടുക്കണമല്ലോ ഖാർഗെ. മോദി ഇന്ത്യയിലെ മാധ്യമങ്ങളെ മുഴുവൻ ഇങ്ങനെ വിലയ്ക്ക് വാങ്ങി കൈവശിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ടർ അടക്കം പുള്ളി വിലയ്ക്ക് മേടിച്ചു എന്ന് കരുതണം. എല്ലാവരും ഇത് ചെയ്തു. അതേസമയം കോൺഗ്രസിൻ്റെ ഖാർഗെയോട് ഈ അന്യായവും ചെയ്തു. ഖാർഗെ വെറുതെ ഒരു ലോക്കൽ പൊളിറ്റീഷ്യനെ പോലെ ഷൂ എന്നാക്കി കളഞ്ഞു. ഖാർഗെയുടെ പ്രസംഗത്തെപ്പറ്റി ഏതെങ്കിലും ചാനലിൽ ചർച്ച നടന്നു. ഖാർഗെ തൃശ്ശൂർ വരാൻ പാടില്ലായിരുന്നു, മോദി വന്നു പോയടുത്ത്. ഇതിൻ്റെ ഒരു ടോട്ടൽ വ്യൂ ഞാൻ കണ്ടു. എത്രയോ കാലമായി ക്രൗഡൊക്കെ ഞാനും കാണുന്നതാണ്. മാക്സിമം ഒരു 5000 to 6000 ആൾക്കാരേ ഉള്ളൂ. 6000 എന്ന് ഞാൻ കോൺഗ്രസിനൊരു അലവൻസ് കൊടുത്തുകൊണ്ട് പറയുന്നത് 6000 പേരെ അവിടെ ഉണ്ടായിരുന്നു. മോദിയുടെ പോലത്തെ ഒരു ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. മോദിയുടെ ആ വനിതാ സംഗമത്തിലെ ക്രൗഡ് ഇറ്റ് വാസ് നോട്ട് ലെസ് ദാൻ 2 lakhs. ഇത് കാണുമ്പോൾ നമുക്കറിയില്ല, ഒരുപാട് കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു. കസേരയുടെ ഇടയ്ക്ക് ഒരുപാട് ഗ്യാപ്പിട്ടാണ് കസേരകൾ നിരത്തിയിരിക്കുന്നത് തന്നെ. ഇങ്ങനെയൊക്കെ ചെയ്ത് ഇറ്റ് വാസ് എ പൂർ ഷോ. പിന്നെ ഖാർഗെയ്ക്ക് അതൊക്കെ മതി എന്ന് കോൺഗ്രസ്സുകാർ തീരുമാനിച്ചു കാണും. തിജി, ഒരു കാര്യമുണ്ട്. 100ാം നാൾ ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി സത്യപ്രതിജ്ഞ 100 ദിവസത്തിനുള്ളിൽ കഴിയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഇങ്ങ് വന്നു തൊട്ടടുത്ത വന്നു കഴിഞ്ഞു. അതല്ലേ തിരക്ക് പിടിച്ചെല്ലാവരും സീറ്റ് വിഭജന CPI സീറ്റ് പ്രഖ്യാപിച്ചു. നമ്മുടെ പുറകിൽ താടിയുള്ള ആൾ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പോകുന്നു എന്ന് പാർട്ടി തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ മത്സരിക്കില്ല, എൻ്റെ തീരുമാനം ഞാൻ പാർട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാം എന്നൊക്കെ പറയുന്നു. ഉപദ്രവിക്കരുതെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ. പിന്നെ മറ്റേ വാട്ടപ്പൊട്ടുകാരിയാണ് വയനാട് മത്സരിക്കുന്ന ആനി രാജ. അതിൻ്റെ തന്ത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവർ ഇന്ത്യ മുന്നണിക്കാരാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഞാൻ ധരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട് മത്സരിക്കില്ല എന്നാണ്. രാഹുൽ ഗാന്ധി കർണാടകയിൽ എവിടെയും പോകും. കാരണം ആനി രാജ തമാശയ്ക്ക് മത്സരിക്കില്ല. അത് കോൺഗ്രസിനോട് ചോദിച്ചുമ്പോഴും ചേട്ടാ ഞാൻ നിന്നോട്ടെ, എനിക്കെതിരെ ചേട്ടൻ വന്ന് ചേട്ടനും നാണക്കേട് എനിക്കും നാണക്കേട്, അത് കുഴപ്പമില്ല ചേച്ചി മത്സരിച്ചു, ഞാനിത്തവണ വയനാട്ടിലേക്കില്ല, ഇങ്ങനെയൊക്കെ സംസാരിച്ചു കാണും. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും CPIക്ക് കോൺഗ്രസുമായിട്ട് CPMനേക്കാൾ അടുത്ത ബന്ധമുണ്ട്. പണ്ട് അവർ ബന്ധപ്പെട്ട് കിടക്കുകയായിരുന്നല്ലോ. പിന്നീടല്ലേ ഭട്ടുണ്ടാ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ മാറിയത്. ഇപ്പോഴും CPIക്ക് സംഗതി പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ അവർ കോൺഗ്രസിൻ്റെ കൂടെ അങ്ങ് പോകും. അവർക്ക് ഈ പറഞ്ഞ മാതിരി വലിയ ഉളുപ്പൊന്നുമില്ല. ഉളുപ്പ് മാത്രമല്ല, അതൊരു സാമർഥ്യം എന്നേ ഞാൻ പറയുള്ളൂ. അതിൽ പരിഹസിക്കേണ്ട കാര്യമില്ല. CPIയുടെ രാഷ്ട്രീയ സാമർഥ്യമാണ് കോൺഗ്രസുമായിട്ട് ചേരാനും തിരിച്ചിപ്പുറത്ത് വരാനും ഒക്കെയുള്ളത്. അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് ആൾക്കാർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനൊക്കെ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ CPMൽ തോമസ് ഐസക്കാണ് പത്തനംതിട്ടയിൽ മത്സരിക്കാൻ പോകുന്നത്. തോമസ് ഐസക്കിനോട് ചോദിച്ചു, തോമസ് ഐസക് അങ്ങനെ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ എന്തോ കോൺക്ലേവ് ഒക്കെ നടത്തി പുള്ളി ഉണ്ട്. അവിടെ കോൺക്ലേവ് നടത്തി പുള്ളി. അവിടെ ഓഫീസ് 4 മുറിയോളം ഓഫീസുണ്ട്. പുള്ളി പറഞ്ഞല്ല പത്തനംതിട്ടയിലൊന്ന് ചൂടാക്കാനുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് എന്നെ പത്തനംതിട്ടയ്ക്ക് വിട്ടു. അത് അല്ലാതെ ഞാൻ സ്ഥാനാർത്ഥിയൊന്നും ആയിട്ടില്ല. ഇത് മതി, ഇങ്ങനെയൊക്കെയാണ് സ്ഥാനാർത്ഥി ആവുന്നത്. PC ജോർജിനെ BJP പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാതിരിക്കാൻ ഒരു നീക്കം നടക്കുന്നു. അതാണ് ഇന്ന് രാവിലെ PC ജോർജ് അപ്രതീക്ഷിതമായിട്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തില്ലേ. കാഷ്വലായിട്ട് TV-കാരൻ പോയി ചോദിക്കുന്നു മത്സരിക്കുന്നുണ്ടോ. മത്സരിക്കുകയാണെങ്കിൽ ഞാൻ പത്തനംതിട്ടയിലേ മത്സരിക്കുകയുള്ളൂ. അല്ല അപ്പോൾ കോട്ടയം എന്ന് കേൾക്കുന്നു. കോട്ടയത്തൊന്നും ഞാൻ മത്സരിക്കുകയില്ല. പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ മത്സരിക്കും. ഇത് PC ജോർജ് അങ്ങോട്ട് കൊടുക്കുന്ന സിഗ്നലാണ്. എൻ്റെ അടുത്ത് കളിക്കരുത്, മത്സരിക്കും, ഞാൻ പത്തനംതിട്ട മത്സരിക്കും. പത്തനംതിട്ട അല്ലാതെ വേറൊരു സ്ഥലം എനിക്ക് വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ അപകടമാകും. പത്തനംതിട്ട തന്നില്ലെങ്കിലും അപകടമാകും. ഇതാണ് ഞാൻ അന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. PC-യെ താങ്ങാനുള്ള ആരോഗ്യം കേരള BJPക്ക് ഉണ്ടോ? കേരള BJPയിൽ ഈ ഞുണുങ്ങ് ടെക്നിക്സൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഉസ്താദാണ് PC ജോർജ്. ഇത് തുടങ്ങുമ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലാവും കളിയങ്ങോട്ടാണ്. അപ്പോൾ ഈ സംഭവമൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? തിരഞ്ഞെടുപ്പ് വളരെ അടുത്താണ്. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് ഈ പറഞ്ഞ പോലെ അങ്ങേര് 100 ദിവസം എന്ന് പറഞ്ഞത് ആലങ്കാരികമായിട്ടാണ്. സൗദിൻ കെ ബാത്ത് എന്നൊക്കെ 100 ദിവസത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ 150 ദിവസം ആകാം.
അപ്പോൾ 100 ദിവസം എന്നുള്ള കട്ട് ഓഫ് ലൈൻ എടുക്കണ്ട, അത് ഈ 100 ദിൻ 100 റുപ്യ 100 ബാർ എന്നൊക്കെ പറയുന്നത് 100 തവണ നിന്നോട് പറഞ്ഞു. അർത്ഥം 100 തവണ പറഞ്ഞു എന്നല്ല. അല്ലാതെ പറഞ്ഞത് മോദി ആയതുകൊണ്ടാണ് നമ്മൾ സീരീസ് അതെ, വെറും വാക്കൊന്നും പറയാറില്ല. അപ്രോക്സിമേറ്റ് 100 എന്ന് ഒരു അർത്ഥം എടുത്താൽ മതി. പക്ഷേ ഈ 370 405 അത് വളരെ സീരിയസ് ചലഞ്ചാണ്. അതെ അതെ, സ്വന്തം പാർട്ടിക്കാർക്ക് ചലഞ്ചാണ്, ഘടകകക്ഷികൾക്ക് ചലഞ്ചാണ്, പ്രതിപക്ഷങ്ങൾക്ക് ചലഞ്ചാണ്. ഇതാണ് ആ മനുഷ്യൻ ഏതായാലും ഈ ഒറ്റയ്ക്ക് ആ വാക്കിലൂടെ 370 എന്ന സീറ്റിൻ്റെ രഹസ്യം ടി ജി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ പ്രേക്ഷകരും ഇപ്പോഴായിരിക്കും മനസ്സിലാക്കാൻ പോകുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു. നമ്മുടെ ചർച്ചകൾക്ക് കൂടുതൽ ചൂടും ചൂരും ഒക്കെ വരാൻ പോകുന്ന ദിവസങ്ങളാണ് തൊട്ടു മുന്നിൽ നിൽക്കുന്നത്. അത് ഞാൻ പറയുന്നത് ദ ഡേയ്സ് ഓഫ് ട്രഡീഷണൽ പൊളിറ്റിക്സ് ആർ ഓവർ. ഇത് എത്ര പറഞ്ഞാലും കേരള രാഷ്ട്രീയക്കാർക്കും കേരളത്തിലെ ജനങ്ങൾക്കും മനസ്സിലാവുന്നില്ല. പഴയ പൊളിറ്റിക്സ് അല്ല ഇപ്പം നടക്കുന്നത്. പൊളിറ്റിക്സ് ഹാവ് കം ഒരു സീ ചേഞ്ച് ഇന്ത്യൻ പൊളിറ്റിക്സിൽ സംഭവിച്ചിരിക്കുന്നു. അത് മനസ്സിലാക്കിയവനാണ് നരേന്ദ്രമോദി. അതാണ് റിപ്പീറ്റഡ്ലി അങ്ങനെ ജയിച്ചു വരുന്നത്. ഇത് മനസ്സിലാക്കാൻ വിസമ്മതിക്കുന്നവരാണ് പ്രതിപക്ഷം. അവർക്ക് ഗുണം പിടിക്കുന്നുമില്ല. എന്നാൽ ഇത് മനസ്സിലാക്കി മോദിയെ എതിർക്കാതെ ഒരു സംസ്ഥാനം ഒരാൾ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് ഒറീസ. നമുക്ക് വർഷം എത്രയായി? നമുക്ക് ഒറീസയെക്കുറിച്ച് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ഇപ്പോൾ വിശദാംശങ്ങൾ പറയണ്ട, നമുക്കത് സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം ഇന്ത്യയിലെ ഒരു മാതൃകാ മുഖ്യമന്ത്രി ആണ് നവീൻ പട്നായിക്. ഷുവർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.